അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കിബില അറിയാത്ത സന്ദർഭത്തിൽ, കിബില നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമസ്കരിക്കുക? നമുക്കറിയാം, ഇന്ന് കിബില കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കിബില കൃത്യമായി അറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമസ്കരിക്കുക? ഇപ്പൊ വിശുദ്ധ ഖുർആൻ കിബിലയെ കുറിച്ച് പറയുന്നത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും കഅബാലയത്തിന്റെ നേരെ, കിബിലയുടെ നേരെ തിരിഞ്ഞാണ് നമസ്കരിക്കേണ്ടത്. അഥവാ ഭൂമിയുടെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഏത് ഭാഗത്ത് പോയാലും നിങ്ങൾ കിബിലയുടെ നേരെയാണ് തിരിഞ്ഞ് നമസ്കരിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും, അത് ഭൂമിയുടെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഏത് ഭാഗത്താണെങ്കിലും കിബിലയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കിബിലയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുക എന്നത്. ഒരാൾ മനഃപൂർവ്വം കിബില അറിയാം എന്നിട്ട് കൂടി, സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് കൂടി കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല എന്നിട്ട് കൂടി കിബിലയെ ഒഴിവാക്കിയാൽ, കിബിലക്ക് നേരെ തിരിയാതെ നമസ്കരിച്ചാൽ അത് അയാളുടെ നമസ്കാരത്തെ പോലും പ്രതികൂലമായി ബാധിക്കും എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയും പ്രാധാന്യമാണ് കിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത്. ഇനി നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കിബില തെറ്റിയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അങ്ങനെ കിബില തെറ്റി നമസ്കരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് കിബില ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നമസ്കാരത്തിൽ തന്നെ ആ കിബിലയുടെ നേരെ തിരിയണമെന്നാണ്. കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വഹാബിമാർ അറിയുന്നത് കിബില കഅബയാക്കിയിട്ടുണ്ട്. ഉടനെ എന്ത് ചെയ്തു? ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അവർ കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിച്ചു എന്നാണ്. അപ്പൊ ആ നമസ്കാരത്തിൽ തന്നെ കിബില അറിയുന്ന പക്ഷം നമ്മൾ അങ്ങോട്ട് തിരിയുക. ഇനി അറിയാതെ കിബില തെറ്റി നമസ്കരിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ നമസ്കാരത്തിന് ഭംഗം വരികയില്ല. ഇനി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിബില അറിഞ്ഞു, ഇപ്പൊ 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ആ കിബില അറിഞ്ഞു, നമ്മൾ കിബിലയുടെ നേരെ നിസ്കരിച്ചു എന്ന് കരുതുക. നമസ്കാര ശേഷം ആദ്യത്തെ 2 റക്അത്ത് കിബിലയുടെ നേരെയല്ല എന്ന് കരുതിയിട്ട് പിന്നെയും 2 റക്അത്ത് കൂടി നമസ്കരിക്കേണ്ടതില്ല. ആ നമസ്കാരം തന്നെ മതിയാവുന്നതാണ്. കിബില തെറ്റിയ ആ 2 റക്അത്തും നമസ്കാരം കിബില തെറ്റിയ 2 റക്അത്തും നമസ്കാരത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തുക. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. മാക്സിമം കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുക. യാത്രയിൽ ഉൾപ്പെടെ കിബില അറിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണോ നമ്മുടെ ബോധ്യം അതുപോലെ നമസ്കരിക്കുക. നമസ്കാരത്തിനിടയ്ക്ക് കിബില അറിഞ്ഞാൽ കിബിലക്ക് നേരെ തിരിയുക. അത് എവിടെയാണെങ്കിലും ആ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് പ്രാമാണികമായ വിഷയം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.